അന്ന് ആ ഷാപ്പില് ആദ്യം എന്താ കണ്ടത്? അൻവർ റഷീദിന്റെ കാര്യം നമ്മൾ എടുത്തു പറയണം. ഒരുപാട് നല്ല സംവിധായകരെയും പുതിയ പുതിയ ആൾക്കാരെ ഇൻഡസ്ട്രിക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. രാത്രി ഷാപ്പ് അടച്ചു കൂട്ടി അകത്ത് 11 പേര് ഇരുന്ന് കള്ളു കുടിക്കുന്നു. അടിപൊളി മേക്കിംഗ്, പുതിയ കണ്ടന്റ് കൊണ്ടുവരിക. അതിലെനിക്ക് ആദ്യം പറയാനുള്ളത് സിനിമാറ്റോഗ്രാഫി അടിപൊളി. ഷൈജു ഖാലിദാണ് വന്നിരുന്നെങ്കിൽ മഴയുള്ളതുകൊണ്ട് കാലിലെ ചെളി കണ്ടേ. എനിക്കൊന്ന് മലയാളത്തിലെ ഇപ്പൊ വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫറാണ് ഷൈജു ഖാലിദ്. നമ്മുടെ പ്രമയുഗം എഡിറ്റ് ചെയ്ത എഡിറ്ററാണ് ഈ മൂവിയും എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ആത്മഹത്യൊന്നും ചെയ്യുന്നില്ല, കൊലപാതകവും. അതിന്റെ ഗ്രാഫിക്സ് ആയാലും എല്ലാം കൊണ്ടും മേക്കിംഗ് ഒക്കെ കൊണ്ടും അടിപൊളി ഒരു സിനിമ. പണ്ടത്തെ ആൾക്കാർ പറയില്ലേ പ്രേമത്തില് കണ്ണുമൂക്കൊന്നുമില്ല. ഹലോ, പ്രാവിൻ കൂടിശാപ്പ് ബേസിലിന്റെയും സൗബിന്റെയും 2025 ആദ്യത്തെ ചിത്രം. അൻവർ റഷീദ് പ്രൊഡക്ഷനിൽ വന്ന സിനിമയാണ് പ്രാവിൻ കൂടിശാപ്പ്. കഴിഞ്ഞ വർഷവും അൻവർ റഷീദ് പ്രൊഡക്ഷനിൽ ഒരു സിനിമ വന്നു. ഏതെന്നറിയാവോ? ഏതാ? ആവേശം. തിയേറ്റർ മൊത്തം അൻവർ റഷീദ് ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റ് ഒന്നും വെറുതെ അല്ല. വളരെ സെലക്റ്റീവ് ആയിട്ട് തിരഞ്ഞെടുക്കുന്ന പ്രൊജക്റ്റുകളിൽ ഇപ്പോൾ പുതിയതായിട്ട് പുറത്തിറങ്ങിയ ഈ ചിത്രം ഒരു നവ സംവിധായകനെ കൂടിയാണ് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നത്. അൻവർ റഷീദിന്റെ കാര്യം നമ്മൾ എടുത്തു പറയണം. പുള്ളിക്കാരൻ കരിയർ തുടങ്ങുന്നത് സംവിധായകനായിട്ടാണ്. രാജമാണിക്യം, ചോട്ടാ മുമ്പ്, അങ്ങനെ ഹിറ്റിന് പുറകെ ഒന്നൊന്നാ ഹിറ്റുകൾ. അദ്ദേഹത്തിന് ഡയറക്ടർ കരിയറിൽ ഏറ്റവും അവസാനം വന്ന പടം ട്രാൻസ് ആയിരുന്നു. ആ സിനിമ ഉണ്ടാക്കിയ ഓളവും ചർച്ചാ വിഷയങ്ങളും നമുക്കറിയാം. വർഷങ്ങളിൽ തുടരെയായിട്ട് അദ്ദേഹം ഡയറക്ഷൻ ചെയ്യുന്നില്ലെങ്കിലും കൃത്യമായി സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ല സംവിധായകരെയും പുതിയ പുതിയ ആൾക്കാരെ ഇൻഡസ്ട്രിക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല മലയാള സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. വ്യത്യസ്തമായ കണ്ടന്റുകളായിരിക്കും മലയാള സിനിമയിൽ ഓരോ തവണ ഇറങ്ങുന്നത്. ഇത്തവണയും അൻവർ റഷീദിന്റെ കൂട്ടുകെട്ടിൽ വന്നിട്ടുള്ള ഈ സിനിമ ആ സംവിധായകന്റെ ആദ്യത്തെ ചിത്രം തന്നെയാണ്. മാത്രമല്ല വേറിട്ടൊരു കണ്ടന്റാണ്. അതിന്റെ ഗ്രാഫിക്സ് ആയാലും എല്ലാം കൊണ്ടും മേക്കിംഗ് ഒക്കെ കൊണ്ടും അടിപൊളി ഒരു സിനിമ. ഒരു മർഡർ മിസ്റ്ററിയാണ് ഈ പടത്തിൽ പറയുന്നത്. അതായത് ഒരു കൊലപാതകം നടക്കുന്നു, ഒരു ഷാപ്പിൽ വെച്ചൊരു കൊലപാതകം നടക്കുന്നു. ഒരു ഷാപ്പിലെ കൊലപാതകത്തെ അന്വേഷിക്കാൻ എത്തുന്ന നമ്മുടെ ബേസിലും ഷാപ്പിനകത്തുള്ള ഒരു 10-11 ആൾക്കാർ, എല്ലാ കാറ്റഗറി, കുടിയന്മാർ തൊട്ട് പയ്യന്മാർ തൊട്ട് നല്ല അലമ്പന്മാർ തൊട്ട് എല്ലാവരും ഉണ്ട്. അപ്പൊ ഇതിൽ ആരാ അത് ചെയ്തേ എന്ന് കണ്ടുപിടിക്കാൻ എത്തുന്ന ബേസിലാണ് നമ്മുടെ പോലീസുകാരനും പ്രധാന കഥാപാത്രവും. ഇതിനകത്ത് സൗബിനുണ്ട്, ചെമ്പൻ വിനോദുണ്ട്, അങ്ങനെ ഒരുപാട് കിടില ആർട്ടിസ്റ്റ് ഉണ്ട്. ഇതിലിപ്പോ തീരുമ്പോ പറയണ്ട, എന്നാലും ആ ഒരു ആവേശം കൊണ്ട് ഇപ്പൊ ഞാൻ പറയാണ്. ആ തീരുമ്പോ ആ വില്ലനും ആ ഒരു കഥാപാത്രവും തമ്മിലുള്ള ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഒരു ക്ലീശ ആയിട്ടുള്ള ഒരു സിനിമ എൻഡിങ്ങിൽ നിന്ന് മാറി ആ ഡയലോഗ് ഡെലിവറി എല്ലാരും ചിരിച്ച ഒരു സീനായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ എപ്പോഴും കണ്ട് നമ്മൾ സങ്കടപ്പെടുന്ന സീനുണ്ട്. ഒരാൾ മരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ശവം ഒരാൾ മരിച്ച് ജീവനോടെ അല്ലെങ്കിൽ ശവം കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ ഒരു ദുഃഖം തോന്നാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ദുഃഖമായിട്ട് ഈ സിനിമയിൽ എടുക്കാറുള്ളൂ. ആ സമയത്ത് ഒരു ഡാർക്ക് കോമഡിയാണ് അവിടെ. പക്ഷെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും കൂടുതൽ നമ്മൾ സങ്കടപ്പെടുന്ന അല്ലെങ്കിൽ വയലൻസ് നടക്കുന്ന സീനിലായിരിക്കും ഏറ്റവും വലിയ തമാശ ഉണ്ടാവുന്നത്. ഒരുത്തിന് നെഞ്ചത്ത് കുത്തേക്കുമ്പോഴാണ് ഏറ്റവും കോമഡി പറയുന്നതും അത് കേട്ട് ജനങ്ങൾ ചിരിക്കുന്ന ഒരു വല്ലാത്തൊരു, നമ്മൾ അധികം എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാഴ്ചയായിരുന്നു തിയേറ്ററിൽ ഉണ്ടായിരുന്നത്. ഒരു തൃശ്ശൂരുകാരന്റെ ശൈലിയിലാണ് ഇത്തവണ ബേസിൽ എത്തിയിരിക്കുന്നത്. ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡ് അടുത്ത് എടുത്തു പറയേണ്ട കാര്യം, അതിലെനിക്ക് ആദ്യം പറയാനുള്ളത് സിനിമാറ്റോഗ്രാഫി. നമ്മുടെ ഷൈജു ഖാലിദാണ് അതെ സിനിമാറ്റോഗ്രാഫി ചെയ്തേക്കുന്നത്. ആ കള്ള് ഷോപ്പും ആ മഴ വരാൻ പോകുന്ന തൊട്ട് മുമ്പുള്ള ഒരു ആ ക്ലൈമറ്റും ഒക്കെ ഒപ്പിയെടുത്ത ഒരു സിനിമാറ്റോഗ്രാഫി. എനിക്കൊന്ന് മലയാളത്തിലെ ഇപ്പൊ വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫറാണ് ഷൈജു ഖാലിദ്. ഇതിന്റെ കൂടെ വൺ ഓഫ് ദി ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ വിഷ്ണു വിജയ് ആണ് ഇതിന്റെ മ്യൂസിക് ചെയ്തേക്കുന്നത്. ഈ എല്ലാ ബെസ്റ്റ് എന്താണോ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ബെസ്റ്റ് ആയിട്ടുള്ള ടെക്നീഷ്യന്മാർ ഒരുമിച്ച് വന്ന സ്ക്രീനിൽ ഈ മൂവിന്റെ എഡിറ്റർക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ പ്രമയുഗം എഡിറ്റ് ചെയ്ത എഡിറ്ററാണ് ഈ മൂവിയും എഡിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആലോചിച്ച് നോക്കി എന്ത് കോൺട്രാസ്റ്റ് ആണെന്നുള്ളത്. ബ്രഹ്മയുഗത്തിന്റെ ഒരു സെറ്റിങ്ങേ വേറെ, അതിന്റെ നേരോ ഇതില് കട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡ് കട്ടാ. പക്ഷെ ഒരു എസ്തെറ്റിക് ഫീലിംഗ് ഈ സിനിമയിലുണ്ട്. ഇതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കഥയുടെ മുമ്പോട്ടും പുറകിലോട്ടും പോയി വരുന്ന സ്ക്രിപ്റ്റ് ആണ്. അതിന് ഏറ്റവും ഭംഗിയായിട്ടാണ് എഡിറ്റ് ചെയ്ത് ഒരു സെക്കൻഡ് ഒരു ലാഗില്ലാതെ എഡിറ്റർ ഹാൻഡിൽ ചെയ്തേക്കുന്നത്. സോ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി ചെന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട സിനിമയാണ്. അതെ, ഒരു സസ്പെൻസ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് കാണണം. കണ്ടാലേ അതൊന്ന് അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ. ഈ സിനിമയിലൂടെ ചാന്ദിനി ശ്രീധരൻ തിരിച്ചു വന്നിരിക്കുകയാണ്. പുള്ളിക്കാർ ഒരു കംബാക്ക് നടത്തിയൊരു സിനിമയാണ് ശരിക്കും ഈ പടം. പുള്ളിക്കാരത്തി ഡാർവിന്റെ പരിണാമം, CIA, പൃഥ്വിരാജിന്റെ ദുൽഖറിന്റെ ഒക്കെ അഭിനയിച്ചുവെങ്കിലും
ഒരു എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രം തരാനുള്ള ഒരു അതെ അതെ സ്പേസ് ഈ പുള്ളിക്കാരി സിനിമയിൽ കിട്ടിയില്ലായിരുന്നു. എല്ലാവർക്കും പുതിയതാണല്ലേ, യെസ്, പുതിയ വർഷമാണ്, അതെ. എല്ലാവരുടെ ഒരു ആദ്യത്തെ സിനിമയാണ് ഈ വർഷത്തെ. പ്രേക്ഷകർ ഞങ്ങൾക്കും പുതിയൊരു ഇതൊരു പുതിയ സംവിധായകനെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സിനിമ കണ്ടു, ഷോർട്ട് ഫിലിം കണ്ടു, തൂമ്പ. അടിപൊളി മേക്കിംഗ്, പുതിയ കണ്ടന്റ് കൊണ്ടുവരിക, ഒരു സിനിമാറ്റോഗ്രാഫി, അദ്ദേഹത്തിന്റെ ആ ഒരു ഷോർട്ട് ഫിലിമിലുണ്ട് പുള്ളിക്കാരന്റെ അതെ. കാലിബർ എന്താന്നുള്ളത്. അത് എന്താന്നുള്ളത്. പുള്ളി ഈ സിനിമ ഭയങ്കര ഡെലിവറി. എല്ലാരും ആ സിനിമ കണ്ടിട്ട്, അതായത് ആ ഷോർട്ട് ഫിലിം കണ്ടിട്ട് ആ സിനിമ കാണുവാണെങ്കിൽ കുറച്ചുകൂടി നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും തോന്നുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു യൂട്യൂബിലുണ്ട് ആ ഷോർട്ട് ഫിലിം, തൂമ്പ എന്നാണ് ആ ഷോർട്ട് ഫിലിമിന്റെ പേര്. പിന്നെ ഈ സിനിമയിലെ ഫൈറ്റ് സീക്വൻസിനെ പറ്റി എടുത്തു പറയേണ്ടതാണ്. ഇതിനകത്തൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അതായത് ഒരു മതിൽക്കെട്ടിനകത്ത് കിടന്ന് ഫൈറ്റ് ചെയ്യുന്നതാണ്. ഒരാൾ ഒറ്റയ്ക്ക് ഒരു 10-12 പേരെ കൂടെ, അതായത് ഒറ്റയ്ക്ക് ഇടിക്കുമ്പോഴത്തേക്കും ഈ മതിൽക്കെട്ട് തെറിച്ച് പോകുന്നത് സിംഗിൾ ഷോട്ടിലാണ് എടുത്തേക്കുന്നത്. ആ ഇടിയുടെ ഒരു പവർ ശരിക്കും ഇത് എല്ലാവരുടെയും ഒരു അൾട്ടിമേറ്റ് വർക്കാണ്. ക്യാമറമാൻ, ഡയറക്ടറിന്റെ, സ്ക്രിപ്റ്റിന്റെ, ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ, അതൊരു സൗണ്ട് എഫക്ട്സ് എടുത്ത് പറയേണ്ടതാണ്. മഴയുടെ, നടക്കുന്നതിന്റെ, ഈ കല്ലുരുണ്ട് പോകുന്നതിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ടോപ്പ് നോച്ച് പെർഫോമൻസ് ആയിരുന്നു. സോ നിങ്ങൾ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യുക. അതെ, ഒരു സസ്പെൻസ് ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യം ഒരാളെ ഗസ് ചെയ്യും, അയാളാവില്ല. അടുത്തൊരാളെ ഗസ് ചെയ്യും, അയാളാവില്ല. ഇയാളാണെന്ന് ഉറപ്പിക്കുമ്പോഴായിരിക്കും അടുത്ത ആൾ വരുന്നത്. ഒരേ സമയം ഒരു മർഡർ മിസ്റ്ററിയും ഒരു കോമഡി ജോണറും എല്ലാം കൂടെ ചേർന്നിട്ടൊരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. സോ ഗോ ആൻഡ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ആരും OTT വരാണ്ട് വെയിറ്റ് ചെയ്യരുത്. ഞാൻ പറയും ഇത്രേ ഉള്ളൂ, പോയി കാണുക, കണ്ട് ചിരിക്കുക, എക്സ്പ്ലോർ ചെയ്യുക. അതെ.